നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു പീച്ചിങ്ങ മസാല കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പീച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീച്ചിങ്ങ ഇതിന്റെ ആ ഒരു അരികു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പീച്ചിങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന പീച്ചിങ്ങ ഓരോന്നായിട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം. പീച്ചിങ്ങയിലെ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് ഫുൾ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്കൊന്ന് മുരിയിച്ചെടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ പീച്ചിങ്ങയും ഞാനിവിടെ ഇതുപോലെ ഒന്ന് മുരിയിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാൻ തന്നെ വെച്ചാണ് കറി തയ്യാറാക്കി എടുക്കുന്നതും. പീച്ചിങ്ങ മുരിയിച്ചെടുത്ത അതേ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും നല്ല ജീരകവും പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ സവാള പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. പീച്ചിങ്ങ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ടും. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനിയിപ്പോൾ സവാളയൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴേക്കും പൊടികളും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്തൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചാണ് ഈ ഒരു ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു പരുവത്തില് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ കൂടി ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിയും പീച്ചിങ്ങയുമായിട്ട് ഒന്ന് യോജിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് വേവിച്ചെടുക്കേണ്ടത്. 2-3 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ കറി തിളച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് ഒന്നുകൂടെ കറി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതിനായിട്ട് മൂടി തുറന്ന് വെച്ച് വേണം നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. കറി കുറുകിയ പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കസൂരി മേത്തി കൈകൊണ്ട് ഒന്ന് പൊടിച്ച് കറിയിലേക്ക് ചേർക്കാം. കസൂരി മേത്തി കറിയിലേക്ക് ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടുക. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള പഞ്ചാബി സ്റ്റൈൽ പീച്ചിങ്ങ മസാല കറിയുടെ തയ്യാറാക്കി എടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.